നമ്മൾ ഇടുക്കി വന്നേക്കുവാണേ. നമ്മൾ ഏലക്കായൊക്കെ നമ്മുടെ ഉണക്കി നമ്മുടെ കയ്യിൽ കടകളിൽ നിന്ന് നമ്മൾ മേടിക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ, ഏലക്ക ഒരു വിളവായി കഴിയുമ്പോ തന്നെ അതെങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ഇത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെ ഒരു വഴി വേണം കയറിപ്പോകാൻ. പിന്നെ ഈ മുകളിൽ കാണുന്ന വീട്ടിലെ ഏലകൃഷിയിലോട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഇവിടെയാണ് ഇപ്പൊ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 5-6 ചേച്ചിമാരിരുന്ന് വിളവെടുപ്പ് വെക്കുന്നുണ്ട്. നമുക്ക് അവരോട് വിശദമായിട്ട് ചോദിക്കാം ഈ കൃഷിയെ പറ്റിയും ഈ വിളവെടുക്കുന്നതിനെ പറ്റിയൊക്കെ കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഇതാണ് ഏലക്ക. ഇത് വിളഞ്ഞതും വിളവ് ആകാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കണ്ടാൽ നമുക്കറിയത്തില്ല. നമുക്ക് ചേച്ചിമാരോട് ചോദിക്കാം. ചേച്ചിമാരെ, കാ എടുക്കുന്നൊക്കെ പറഞ്ഞു തരണേ. ഏലക്ക വിളവെടുപ്പാണ്, നമുക്ക് കാണാം ഇതെങ്ങനെ എടുക്കുന്നേന്ന് കേട്ടോ. പിന്നെ ഇവര് 7:30 വന്നല്ലേ? 8 മണിക്ക്. 8 മണിക്ക് തുടങ്ങിയതാണ്. അപ്പൊ നമുക്ക് കാണാം. കാപ്പി ചോറൊക്കെ കൊണ്ടുവരുമോ? കാപ്പിയും ചോറും ഒക്കെ കൊണ്ടുവരും. കാപ്പിയും ചോറും കൊണ്ടുവരില്ല, ചോറ് കൊണ്ടുവരും. കാപ്പി ഇവിടുന്ന് തരും. ഓക്കെ, നമുക്ക് കാണാം കേട്ടോ എങ്ങനെ എടുക്കുന്നതെന്നും ഒക്കെ. ശരത്തിന്റെ അടിവശത്തുനിന്ന് ഇങ്ങനെ ഈ 2 കാ, ഈ 2 3 വെച്ചെടുക്കും. പഴുത്തോ നോക്കി പറിക്കും. പഴുത്തോ നോക്കി. ഇതാണ് അടിക്കാന്ന് പറയുന്നത്. ഈ കൊത്തിന്റെ അടുത്തുള്ളതാണ്. ശരത്തെ മുട്ടി നിൽക്കുന്ന ആണ് കായ. ഇത് അടിക്ക. ഇതൊക്കെ മേൽക്കായ. അങ്ങനെയുള്ള എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള എടുക്കാൻ പറ്റത്തില്ല. അത് ഇഞ്ച. കണ്ടിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് അത് അറിയത്തുള്ളൂ. എല്ലാം ഒരുപോലെ ഒക്കെ ഇരിക്കുന്നത്. ചെറുതും വലുതാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? പഴുപ്പ് കണ്ട അറിയത്തില്ല. പഴുപ്പ് തേച്ചുണ്ടോ? കറുത്താണ്. പൊട്ട ഉടനെ ഒരു കറുപ്പുണ്ട്. മറ്റേ ഇതെല്ലാം വെള്ളയല്ലേ? ആ വെള്ള ഒരു മഞ്ഞ കളറുള്ള പോലെ അല്ലേ? 4-5 ദിവസം എടുക്കാതിരുന്ന പിന്നെ ഇത് പൊഴിഞ്ഞു പോവോ? പൊഴിഞ്ഞു പോകും. ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞിരിക്കുന്ന സമയം ഇത്. അതുകൊണ്ട് ഇപ്പൊ പൊഴിയുന്നുണ്ട്. നമ്മൾ എടുക്കുമ്പോഴേ ശരയിലോട്ട് പിടിക്കുമ്പോഴേ പൊഴിയും. ഇത് അതേപടി കൊണ്ട് ഉണക്കുവാണ് ഇനി. ഇത് കൊണ്ട് ഉണങ്ങാൻ കൊണ്ട് കൊടുക്കും. ഇത് സ്റ്റോറിൽ കൊടുക്കുമ്പോ സ്റ്റോറുകാർ കൊണ്ട് ഇത് കഴുകി ഈ ചെളിയെല്ലാം കളഞ്ഞിട്ട് അവരുണക്കും. ഉണക്കുമ്പോ നല്ല പച്ച കളറായിരിക്കും ഉണങ്ങി കൈ കിട്ടുമ്പോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച, കയ്യിലൊരു ഉറയൊക്കെ ധരിച്ചിട്ടുണ്ട്. അത് കുറെ കായ എടുത്തു കഴിയുമ്പോൾ വിരലിനൊക്കെ വേദന ഉണ്ടാകാതിരിക്കാനൊക്കെയാണ് കേട്ടോ. പിന്നെ ഷൂ ഉണ്ട് കാലയില്. അതിനോടൊപ്പം തന്നെ ഷർട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ഇവരെ പോലെ തന്നെ എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. കായ എടുക്കാൻ പോകുന്നവരെല്ലാം ഇങ്ങനെ ഷർട്ടൊക്കെ ധരിച്ചാണ് പോകുന്നത്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു ഇതിലോട്ട് ഇറങ്ങിയിട്ട് ഒത്തിരി വർഷമായോ? 46 വർഷമായി പറിക്കാൻ തുടങ്ങി. ഈ ഒരു ഏലക്ക ഒക്കെ പറിക്കാൻ തുടങ്ങിയിട്ട് 46 വർഷമായെന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ ഒരുപാട് വർഷമായി ഒരു ഫീൽഡിലോട്ട് വരെ ഇറങ്ങിയിട്ട് അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഏലത്തിന്റെ ശരവേ. ഇത് ഇതിലും വലുതാകും അല്ലേ? അത് ഇത്രയൊക്കെ വെക്കത്തുള്ളോ ഈ നീളം? അത്രേ ഉള്ളൂ. ഇത് ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണോ ഇത്? അത് നല്ല നല്ല ചെടിയാ. നല്ല ചെടിയും നല്ല കായും ഒക്കെയാ. വേൾട്ടുള്ള കായും. ഇതില് നീളമൊക്കെ വെക്കും അല്ലേ? ഇതിന് നീളം വെക്കും, വലിപ്പമൊക്കെ വെക്കും. ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് കാണാവേ, നിറച്ച് ശരമൊക്കെ ആയിട്ടുള്ളത്. ഇതൊരു ഹെൽത്തി പ്ലാന്റ്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു ചോദിച്ചാൽ, ഒരുപാട് ശരങ്ങളുണ്ട്. ഏലക്ക ഉണ്ടായി നിൽക്കുന്ന ഈ ഒരു ശരങ്ങളയിലാണ് കേട്ടോ. ഒരു ഏലത്തിൽ നിന്നൊരു 5-6 തവണയായിട്ട് വിളവെടുക്കുക. ഓരോ തവണയും കായ വിളവെടുക്കുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു വരുമെന്ന് മാത്രമേ ഉള്ളേ. 45-ാം പൊക്കമാണ് ഇവര് കാ വീണ്ടും എടുക്കുന്നത്. ഇന്നെടുത്ത് ഒരു 45 ദിവസം കഴിയുമ്പോൾ അടുത്തെടുക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏലത്തിന്റെ പൂവാണ്. ഈ കാണുന്ന വെള്ള പൂവാണ് ഏലത്തിന്റെ പൂവ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഏലക്ക ഒക്കെ വിളഞ്ഞു നിൽക്കുകയാണ്. അവരിനി ഇത് എടുക്കാൻ വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് കണ്ടാന്നും പെട്ടെന്ന് അറിയത്തില്ല ഇതില് എത്രത്തോളം വിളഞ്ഞുണ്ടെന്നൊക്കെ. പിന്നെ ഇവിടെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് ഇടുക്കിയിലെ പാമ്പാടുംപാറ എന്ന സ്ഥലത്താണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓരോ ഏലക്കയുടെ ഓരോ കാലഘട്ടമാണ് കേട്ടോ. ഓരോ വിളഞ്ഞു വരുന്നത്.
പൊട്ട് മുതൽ അത് പഴുത്ത് വരുന്ന വരെയുള്ള. ഇപ്പം നമ്മൾ കാണുന്നത് പഴുത്ത ഏലക്കയാണ്. അത് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ ഇങ്ങ് പൊളിഞ്ഞു പോരും. ഒരു അതിൻ്റെ അകം എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ കൊക്കോ പഴമൊക്കെ ഇരിക്കുകയല്ല അതിൻ്റെ അകം പോലെ ഇരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് കരകരിശെന്ന അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെയും തൊട്ട് താഴെയുള്ളത് പൊട്ടാണ്. അത് ഇലയ്ക്ക് ആയി വരുന്നതേ ഉള്ളേ. അത് ഒരു കടിയൊക്കെ കൊള്ളുന്ന ടൈപ്പാണ്. ഒന്നും ആയി വരുന്നില്ല, ഒരു പൊട്ട് ടൈപ്പ്. പിന്നെ ഏറ്റവും താഴെയുള്ളത് വേണ്ട ഈ കുഞ്ഞു സാധനമാണ് കേട്ടോ. ഇതാണ് ഏറ്റവും താഴെയുള്ളത്. ഇതാണ് ഏലത്തിന്റെ ചിമ്പ്. ഇതാണ് ഏലത്തിന്റെ പുതിയ ശരം കേട്ടോ. ഇങ്ങനെ ഇതിലാണ് കാ വന്നു വരുന്നത്. എവിടെയൊക്കെ കാ വരുന്നുണ്ട് കണ്ടോ. നല്ല ഏലക്കയുടെ മണമുണ്ട് ഇവിടെ ഇരുന്നിട്ട്. ഏലത്തിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. ഇതിന് നല്ല ചെലവുള്ളതാ. ഞാൻ വെച്ചാൽ ജൂൺ ആദ്യം കവാത്തെടുക്കണം. ഏലം നട്ട് ഒരു രണ്ടാം വർഷം കവാത്തെടുക്കണം. ഏലം നട്ടാൽ തന്നെ പോരാ, പിന്നെ നമ്മൾ വെള്ളം അടിക്കണം. വേനൽക്കാലം ആകുമ്പോൾ വെള്ളം അടിച്ചു കൊടുക്കണം. പിന്നെ അതിന് വളമിടണം. വളമിട്ടിട്ട് കവാത്തൊക്കെ എടുക്കണം. ഏലം തെളിച്ച് കവാത്തെടുത്ത് ഇട്ടാലേ ഇതേരം അങ്ങ് രണ്ടാം വർഷം ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി മുഴുത്ത വെടിയാവും. കവാത്തെടുക്കുക എന്ന് പറഞ്ഞല്ലേ? കവാത്തെടുക്കുന്നത് ഉണ്ടോ ഇതുപോലെ. അതെല്ലാം കളയണം അല്ലേ? ഉണങ്ങിയ സാധനങ്ങളൊക്കെ കളയണം. ഏകദേശം ഇങ്ങനെയൊക്കെയാണ് കായ എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഈ കാ കൊണ്ടുപോയി കഴുകി സ്റ്റോറുകാര് ഉണക്കുന്നതാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഇനി നമുക്ക് ഇവരോട് ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമുക്കിനി ആ ഒരു വീഡിയോ കാണാം കേട്ടോ. ഇപ്പൊ നമ്മൾ പോവാണേ. ഇപ്പൊ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ പറഞ്ഞു തന്നേനെ. നമ്മളിനി അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഏലക്ക കൊണ്ട് ഉണങ്ങുന്നതാണ്. നമ്മൾ പച്ച പറിക്കുന്ന കണ്ടില്ലേ, ഇനി അത് കൊണ്ട് ഉണങ്ങുന്നതും അത് കഴുകി ഉണങ്ങുന്ന പ്രോസസ്സിംഗ് ഒക്കെയാണ് കാണാൻ പോകുന്നത്. ഈ ചാക്കി കെട്ടിവെച്ചിരിക്കുന്നത് എന്നാന്നറിയോ? ഏലക്കയാണ് കേട്ടോ. ഓരോരുത്തരുടെ ഏലക്ക ഉണക്കാനായിട്ട് സ്റ്റോറിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്നത് സ്റ്റോറിന്റെ ഓണറാണ് കേട്ടോ. അത് ഞാൻ ചെന്ന സമയത്ത് നല്ല തിരക്കിലായിരുന്നു. പിന്നെ നമ്മൾ ഈ കാണുന്നത് ഏലക്ക കഴുകി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേരെഴുതിയ ഒരു കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഏലക്ക കഴുകാൻ ഉപയോഗിക്കുന്ന മെഷീൻ കേട്ടോ. ഇതിന്റെ മുകളിൽ കൂടി ഏലക്ക ഇട്ട് കൊടുക്കണം. നമ്മള് ഇതിന്റെ അകത്ത് ഏലക്ക കിടപ്പുണ്ട്. പിന്നെ ബാക്കി വെള്ളം കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേന് മെഷീൻ ഓൺ ആക്കി കഴിയുമ്പോഴത്തേന് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ ഈ ഭാഗം കിടന്ന് കറങ്ങിയാണ് വെള്ളത്തിന്റെ കൂടെ ഏലക്ക നല്ല ക്ലീൻ ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇനി ഇവിടുന്ന് ക്ലീൻ ആയ ഏലക്ക ഉണക്കലാണ് ഇനി പരിപാടി. അങ്ങനെ ഉണങ്ങാനായിട്ടുള്ള വിറകൊക്കെയാണ് ഈ കിടക്കുന്നത്. ഏലക്ക മെഷീൻ്റെ അകത്ത് ഉണക്കാനായിട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ ബാക്കി വശത്തായിട്ട് ഇതേപോലെ തീയിട്ട് കൊടുക്കും. അങ്ങനെ തീയിട്ട് കൊടുക്കാനായിട്ടുള്ള സംവിധാനമാണ് ഇത് കേട്ടോ. ഇതുപോലെ തന്നെ രണ്ടെണ്ണം ഉണ്ട്. അങ്ങനെയാണ് ഇതുപോലെ തീയിട്ടതിന് ശേഷം അത് അതിന്റെ അടപ്പും കൊണ്ട് അടച്ചു വെക്കും. തീയൊക്കെ അതിന്റെ ചൂടൊക്കെ വെളിപ്പോവാതെ. പിന്നെ ഈ കാണുന്നതാണ് ഏലക്ക ഉണങ്ങുന്ന മെഷീൻ. അപ്പോൾ ഒരാളുടെ ഏലക്ക ഇട്ടതിന് ശേഷം അടുത്ത ആളുടെ ഏലക്ക അതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതുപോലെ വല ഇട്ടതിന് ശേഷം ഫുള്ള് കവർ ചെയ്യും. കവർ ചെയ്തതിന് ശേഷമാണ് അടുത്ത ആളുടെ ഏലക്ക അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ എത്ര പേരുടെ ഇടാവോ ഇത് നിറയുന്നിടം വരെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വന്നപ്പം തന്നെ ഒരു 2-3 ലെയർ കഴിഞ്ഞ് അടുത്ത ലെയർ അവർ ഇട്ടോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചെല്ലുന്നത് വീഡിയോ എടുക്കാനായിട്ട്. ആദ്യം ഞാൻ ഇത് കണ്ടപ്പോൾ ഓർത്ത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വലയിട്ട് ലെയർ ചെയ്യുന്നത്, എല്ലാവരും ഒന്നിച്ചിട്ടിട്ട് ചൂടടിപ്പിച്ചാൽ പോരെന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ അതിന്റെ ഓണർ പറഞ്ഞു തന്നത് ഇങ്ങനെ ഓരോ ആൾക്കാരുടെ ഇങ്ങനെ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ വലയിട്ട് ഇതുപോലെ വേർതിരിച്ച് അങ്ങനെ ഇടുക, അങ്ങനെയാണ് ഇത് ഉണക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മെഷീനൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി. ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ പോലും ഒന്ന് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൗണ്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ അത് ക്ലോസ് ചെയ്തു. പിന്നെ അടുത്ത മെഷീൻ തൊട്ടടുത്തിരുന്ന മെഷീൻ്റെ അകത്ത് ഉണങ്ങി നല്ല കരികരെന്നുള്ള ശബ്ദം വരെ കേൾക്കാം കേട്ടോ. അവരതിൻ്റെ അകത്ത് കോരി എടുക്കുവാണ്. ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ തൊട്ട് നോക്കിയായിരുന്നു. അങ്ങനെ അവര് മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ടാണ് അത് കോരി എടുക്കുന്നത്. പണ്ടൊന്നും ഇതുപോലെ മെഷീൻ ഒന്നും അല്ലായിരുന്നു കേട്ടോ. തീയൊക്കെ നല്ലതായിട്ട് ഇട്ട് കൊടുത്ത് അതിന്റെ മുകളില് ഈ പുളിയൊക്കെ ഉണങ്ങുന്ന പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു
ഏലക്ക ഉണക്കിക്കൊണ്ടിരുന്നത്. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഇത്. പിന്നെ ഈ മെഷീനൊക്കെ ആയ പിന്നെ നമുക്ക് അറിയത്തു പോലും ഇല്ലായിരുന്നു ഇത് എങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഒത്തിരി സംവിധാനമൊക്കെ വന്നുകൊണ്ട് മാറ്റങ്ങളൊക്കെ വന്നു. പിന്നെ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഏലക്ക പോളിഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ പോളിഷ് ചെയ്യാനായിട്ട് ഏലക്ക അടുത്ത ഒരു മെഷീൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. ഈ നമ്മൾ അവിടുന്ന് ഉണങ്ങിയ ഏലക്ക ഈ ഒരു മെഷീൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇത് എങ്ങനെ പോളിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഏലക്ക കണ്ട ഏലക്കയുടെ കൂടെയുള്ള ഒരു കൂമ്പ് പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അത് വേർതിരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മെഷീൻ്റെ അകത്ത് ഇടുന്നത്. അപ്പോൾ നല്ല പോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് ഏലക്ക മാത്രമായിട്ട് കിട്ടുവേ. അങ്ങനെ അതും കഴിഞ്ഞതിൻ്റെ ബാക്കിയുള്ളത് ഒരു ബ്രഷ് ഉപയോഗിച്ച ചേട്ടൻ എല്ലാം നീക്കിയിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞു കേട്ടോ, ഏലക്ക ഉണങ്ങുന്നത് കഴിഞ്ഞു. ഇവിടെ കൊണ്ട് തീരുന്നില്ല ഏലക്കയുടെ പരിപാടികൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏലക്ക ഗ്രേഡ് തിരിക്കുന്നതാണ്. നമ്മുടെ കൈകളിലേക്ക് ഏലക്ക എത്തുന്നതിന് മുന്നേ ഏലക്ക ഗ്രേഡ് തിരിക്കും. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ്, ഫോർത്ത് അങ്ങനെ. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി അടുത്തൊരു സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടെയാണ് ഗ്രേഡ് ഒക്കെ തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻ ഒരു 2-3 മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണങ്ങിയ ഏലക്ക അതേ മെഷീൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു വൈബ്രേഷന്റെ സഹായത്തോടു കൂടി പയ്യനെ നീങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഒരു 2 ഹോള് നമുക്ക് കാണാം. അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഹോളുകളുണ്ട് കേട്ടോ. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഏലക്കയുടെ കൂടെ ചെറിയ ഏലക്കകളെല്ലാം ആ ഹോളിൻ്റെ അകത്തൂടെ താഴോട്ട് ഇറങ്ങി പോവേ. അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് വെറുതെ വെളിയിലോട്ട് പോവല്ല. അതിനു വേണ്ടി ഒരു പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ടാണ് ചെന്ന് വീഴുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇതും ഹോളിൻ്റെ അകത്തൂടെ ചെറിയ ചെറിയ ഏലക്ക ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നീങ്ങുന്ന ഏലക്കയൊക്കെ ചെന്ന് വീഴുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതേപോലെ താഴോട്ട് വീഴുന്നുണ്ട്. ഈ താഴോട്ട് പോകുന്ന ഏലക്കയൊക്കെ ചെറിയ ചെറിയ ഏലക്കയാണ് കേട്ടോ. നമ്മൾ ഹോളിൻ്റെ അകത്തൂടെ പോകുന്ന കണ്ടില്ലേ, താഴോട്ട് വീഴുന്ന ആ ഏലക്കയൊക്കെയാണ്. അതിൻ്റെ ഇപ്പുറയായിട്ട് വലിയ വലിയ ഏലക്കകൾ പോകുന്നുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ഗ്രേഡ് ആയിട്ട് വരും കേട്ടോ. അതിനൊക്കെ ഓരോ കണക്കൊക്കെ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാമേ. ഇതൊക്കെ ഓരോ വലിപ്പം അനുസരിച്ചാണ് ഓരോ ഹോളിൻ്റെ അകത്തൂടെ വീഴുന്നത് കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ പാത്രത്തിൻ്റെ അകത്തോട്ട് വീഴുന്നുണ്ട് കേട്ടോ. വീഴുന്ന അനുസരിച്ച് അവർ പാത്രം മാറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഏലക്കകളൊക്കെയാണ്. ഈ ഏലക്കയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്ന ഏലക്കയുടെ ഒക്കെ വലിപ്പവും ഏത് ഗ്രേഡിലാന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകും. അടുത്ത ഒരു മെഷീനാണ് ഇത് കേട്ടോ. ഇത് 2 ടൈപ്പ് ഗ്രേഡുകളാണ് ഇവിടെ തിരിയുന്നത്. അതായത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് തിരിയുന്നതാണ് കേട്ടോ. അത് ഇതിൻ്റെ ഈ ഒരു മെഷീൻ്റെ അകത്തോട്ട് ഏലക്ക ഇട്ടതിന് ശേഷം ഇതേപോലെ സ്റ്റെപ്പ് പോലെ മുകളിലോട്ട് ഏലക്ക കയറി പോയി അത് വേറൊരു മെഷീൻ്റെ അകത്തോട്ട് ചെന്ന് വീണ് അവിടുന്ന് അത് തിരിഞ്ഞ് 2ആയിട്ട് തിരിയുവാണേ. അത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡും ആയിട്ട്. അങ്ങനെ അത് ചാക്കിൻ്റെ അകത്തൊക്കെ. അപ്പൊ ലൈക്ക് ഒക്കെ ചെയ്യണം നമ്മുടെ വീഡിയോ കേട്ടോ. നമുക്കിനി ഗ്രേഡ് കണ്ടാലോ. ഇതാണ് ഫസ്റ്റ് ഗ്രേഡ് 8.5 എന്ന് പറയവേ. അത് കഴിഞ്ഞ് അടുത്ത വരുന്നത് 8. കണ്ടോ, വലിപ്പ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് 7.8, പിന്നെ വരുന്നത് 6.7. ഇനി ഇതിന് ചെറുതാ വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.